ഡിന്നറിന് പോകുന്നതിന് വേണ്ടിയിട്ട് രണ്ടുപേരും ഒന്നിച്ച് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു. പോകുന്ന വഴി ലിഫ്റ്റിൽ വെച്ച് ടോമും ഇവരുടെ കൂടെ കൂടുന്നു. ടോം ആണെങ്കിൽ മാർക്കിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന വെറും ഒരു സ്റ്റാഫ് മാത്രമായിരുന്നു. ഹസ്ബൻഡ് കൂടെയുള്ളത് കൊണ്ട് തന്നെ എമയും ടോമും മുൻപരിചയമില്ലാത്തവരെ പോലെ നിന്നു. മാർക്കും എമയും ഡിന്നർ കഴിക്കാനായിട്ട് എത്തുന്നു. അവിടെ വെച്ച് മാർക്ക് എമയ്ക്ക് ഒരു നെക്ലേസ് സമ്മാനിക്കുന്നു. അവൻ ആ ഭംഗിയുള്ള നെക്ലേസ് എമയുടെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എമയ്ക്ക് കൊടുക്കാൻ മാർക്കിന്റെ കയ്യിൽ മറ്റൊരു സർപ്രൈസ് കൂടി ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവളുടെ കണ്ണുകളൊക്കെ കെട്ടിവെച്ച് അവളെ ദൂരെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. കാറിലിരുന്ന് ക്ഷമ കെട്ട അവള് കണ്ണിന്റെ കെട്ടഴിച്ച് സ്ഥലം ഒന്ന് വീക്ഷിക്കുന്നു. മഞ്ഞ് മൂടിക്കിടക്കുന്ന ടൗണിൽ നിന്നും ഒരുപാട് ദൂരെയുള്ള അവരുടെ ലേക്ക് ഹൗസിലേക്കായിരുന്നു അവൻ അവളെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇവരുടെ ഒരുപാട് നല്ല മെമ്മറീസിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു വീടാണത്. മാർക്ക് അവളോട് 100 വരെ എണ്ണാനൊക്കെ പറഞ്ഞ് കണ്ണൊക്കെ കെട്ടിവെച്ച് ഒരു റൂമിലിരുത്തിയിട്ട് പോകുന്നു. എന്നാൽ 70-75 വരെയൊക്കെ ആയപ്പോഴേക്കും അവൾ മടുത്തു. അവള് കണ്ണിന്റെ കെട്ടൊക്കെ അഴിച്ചു നോക്കുമ്പോൾ ആ റൂമെല്ലാം നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള മുറിയിൽ ഇവരുടെ കുറെ നല്ല ഫോട്ടോസും ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു. എമയുടെ ഫേവറേറ്റ് സോങ്ങും മാർക്ക് അവൾക്ക് വേണ്ടി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവളെ ഏറെ സന്തോഷിപ്പിച്ചു. അവള് പതിയെ മുകളിലുള്ള അവരുടെ ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുന്നു. അവളുടെ വരവും കാത്ത് മാർക്ക് ആ റൂമിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മാർക്ക് അവൾക്കൊരു നല്ല ഹസ്ബൻഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അവളോട് സോറി പറയുകയും ഇനി അങ്ങോട്ട് ഒരു നല്ല ഭർത്താവായി കൂടെ കാണുമെന്നും അവൾക്ക് വാക്ക് നൽകുന്നു. പിറ്റേ ദിവസം നേരമൊക്കെ വെളുത്ത് എമ്മ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവളുടെ കയ്യിലൊരു വിലങ്ങ്.